إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവവും കണക്കിലെടുക്കുകയും ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അഖിലം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിളയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവസാന നിമിഷം വരെ അവൻ്റെ തൃപ്തിയോടുകൂടി ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി മുവഹിദായി മുഖ്ലിസായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂൻ, അതിൻ്റെ 97 മുതലുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വഖുൽ, പ്രവാചകരെ താങ്കൾ പറയിൻ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന് താങ്കൾ പറയുവിനെന്ന് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇത്രമാത്രം സഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു തആല ഒരർത്ഥത്തിൽ ദുആ പോലെ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ നിർദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അള്ളാഹുവിനോട് ചോദിക്കാൻ കൽപ്പിക്കുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, അഊദു ബിക, നിന്നോട് ഞാൻ ശരണം തേടുകയാണ്, മിൻ ഹമസാത്തി ശയാത്തീൻ, ഷൈത്താനിൻ്റെ ഹമസാത്തുകളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു റബ്ബേ, റബ്ബി അൻ യഹ്ദുറൂൻ,
അതായത് എൻ്റെ അടുക്കൽ സന്നിഹിതമാകുന്നതിൽ നിന്നും, ആ പിശാച് ദുർബോധനങ്ങളുമായി എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്നും, അവസരങ്ങളിൽ നിന്നുമൊക്കെ നിന്നോട് ഞാൻ കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അങ്ങനെ ഒരു വ്യക്തിക്ക് മരണം ആസന്നമാകുന്ന സമയത്ത് ജീവിതത്തെ ഗൗരവപൂർവം നോക്കിക്കാണാത്ത ഒരു വ്യക്തിക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാത്ത, ഇബ്ലീസിന്റെ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്താത്ത ഓരോ ആളുകളുടെയും അവസ്ഥയെക്കുറിച്ചുകൂടി അള്ളാഹു 3-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ 99-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഹത്താ ഇദാ അഹദഹുമുൽ മൗതു, അങ്ങനെ മരണം അവനിലേക്ക് വന്നെത്തുമ്പോൾ, ഖാല, അപ്പോൾ അവൻ പറയും, റബ്ബിർജിഊൻ, റബ്ബേ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ നീ തിരിച്ചയക്കണമേ എന്ന്. ഇപ്പം ഇവിടെ പല നിലയ്ക്കുമുള്ള ചില സന്ദർഭങ്ങളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മോട് അനുവാദം ചോദിക്കാതെ നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പൈശാചികമായ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ പറയുമ്പോൾ ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു പ്രത്യേകമായി ഉണർത്തുകയാണ്. എന്തിൽ നിന്നും കാവൽ ചോദിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്? മിൻ ഹമസാത്തി ശയാത്തീൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഷൈത്താനിന്റെ ഹമസാത്തുകളിൽ നിന്ന്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസ് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഷൈത്താൻ എന്നാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പിശാചിനെ പരിചയപ്പെടുത്തുന്നത്. ആ പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഖുൽ എന്ന് പറഞ്ഞിട്ടാണ് അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് ചോദിക്കാൻ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നു. അവിടെ മിൻ ശർറിൽ വസ്വാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശൈത്താനിന്റെ വസ്വാസുകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഹമസാത്തി ഷയാത്തീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ വസ്വാസും ഹമസാത്തും തമ്മിലുള്ള വ്യത്യാസം? അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വാക്കുകളുടെ പ്രായോഗികമായ അർത്ഥതലങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. വസ്വാസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംശയം, ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ചഞ്ചലിതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്നാണ് അതിൻ്റെ താല്പര്യം. അത് ചിന്തകളായിട്ട് മനസ്സിലേക്ക് കടന്നു വരാം. അതിങ്ങനെ പതുക്കെ കടന്നു വരുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് നാം ക്ഷണിച്ചു വരുത്താതെ കടന്നു വരുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്. അതിൽ തെറ്റിലേക്കുള്ള ചെറിയ ചെറിയ പ്രേരണകൾ ഉണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ. പലപ്പോഴും പല സംഗതികളും നമ്മൾ ചെയ്തിട്ട് അത് ശരിയായോ, ഇത് ശരിയായോ എന്നുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയോ എന്നുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ പല ആളുകളെ കുറിച്ചും തെറ്റായ ധാരണകൾ മനസ്സിലേക്ക് കടന്നു വരിക. ആ മനുഷ്യൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും ദുരുദ്ദേശം അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമോ?
എന്നൊക്കെ ചിന്തിച്ച് അവസാനം തെറ്റായ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. ഇതാണ് വസ്വാസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ല, ഹമസാത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ മാനസികമായ ഒരു തള്ളലാണ്, അല്ലെങ്കിൽ ഒരു കുത്തലാണ്. നമുക്ക് തന്നെ ശരിയായ രൂപത്തിൽ ബോധ്യം വരുന്നുണ്ട്, ഇത് വലിയ ഒരു പ്രശ്നകലുഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ആയിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതിശക്തമായിരിക്കും, പെട്ടെന്നുള്ളതായിരിക്കും, അതിനെ പ്രതിരോധിക്കാൻ കഴിവില്ലാത്തവനായി നമ്മൾ ചിലപ്പോൾ മാറും. ഇതാണ് ഹമസാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഹമസാത്ത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ശത്രുതാ മനോഭാവം ഉണ്ടാവും, പകയുണ്ടാവും, വിദ്വേഷമുണ്ടാവും. അപ്പൊ ഹമസാത്ത് എന്ന വാക്കിനെ വസ്തുനിഷ്ഠമായി അതിന്റെ പ്രായോഗികമായ തലത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സാമൂഹികതയുമായി അങ്ങേയറ്റം ബന്ധമുള്ള ഒരു വാക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക രംഗത്താണ്. സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇത് ഹമസാത്ത് മൂലം സംഭവിക്കുന്നതാണ് എന്നാണ് ഹമസാത്ത് എന്ന വാക്കിന്റെ ഇസ്ലാമികമായ മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ, അയൽവാസികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യക്തിപരമായി സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്ന അതിശക്തമായ പ്രേരണയാണ് ഹമസാത്ത് എന്ന് പറയുന്നത്. അത്രമാത്രം കൃത്യമായി ആ വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത്തരം ഹമസാത്തുകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഈ ഹമസാത്തുകളുമായി ഇബ്ലീസ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം ഹമസാത്തുകൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഹമസാത്തുകളുമായി ഇബ്ലീസിന് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടിക്കടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുവെങ്കിൽ, അതിന് അനുയോജ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ ഞാൻ സൃഷ്ടിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഹമസാത്തുകളുമായിട്ടുള്ള ഇബ്ലീസിന്റെ കടന്നുവരവിനെ ഞാൻ വളരെ കൃത്യതയോടുകൂടി നോക്കിക്കാണുന്നില്ല എങ്കിൽ, അതിനെതിരിൽ ഒരു പ്രതിരോധ സംവിധാനം എൻ്റെ മനസ്സിൽ ഞാൻ രൂപപ്പെടുത്തുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സംവിധാനിക്കുന്നില്ല എങ്കിൽ, സ്വാഭാവികമായും കൂടുതൽ മറ്റുള്ളവരോട് അറുപ്പും വെറുപ്പും വിദ്വേഷവും പകയുമുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും ഞാൻ മാറുക. ആരെക്കുറിച്ച് പറഞ്ഞാലും അവരെക്കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ മോശമായ ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും. അതല്ല, എല്ലാവരെ കുറിച്ചും നല്ലൊരു ധാരണയാണ് എനിക്കുള്ളതെങ്കിൽ, മനുഷ്യന്മാരല്ലേ തെറ്റുകൾ ചെയ്യും. ആ സന്ദർഭത്തിൽ ആ വ്യക്തി അങ്ങനെ ചെയ്യാനുള്ള കാരണം ആ വ്യക്തിയുടെ അന്നത്തെ സാഹചര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ നിലവിലുള്ള സാഹചര്യം കുറച്ച് പ്രയാസത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ള നിലയ്ക്കൊക്കെ ഓരോ വ്യക്തികളെയും ന്യായീകരിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിന് ഇഷ്ടം എല്ലാവരുമായി നല്ലൊരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിലല്ലേ എന്ന ശരിയായ ഖുർആനികമായ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, എല്ലാവരുമായി ഊഷ്മളമായൊരു ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പൈശാചികമായിട്ടുണ്ടാകുന്ന ദുഷ്പ്രേരണയാൽ ഉണ്ടാകുന്ന പൈശാചിക സാന്നിധ്യത്താൽ എൻ്റെ മനസ്സിൽ ഹമസാത്തുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഹമസാത്തുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വലിയ പരിശ്രമങ്ങൾ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായൊരു കാര്യമാണ്. അല്ലാഹു പറയാണ്, ഇത്തരം ഹമസാത്തുകളുമായി പിശാച് നിന്റെ അടുക്കൽ സമീപിക്കുന്നതിൽ നിന്നും നീ റബ്ബിനോട് കാവൽ ചോദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ സാമൂഹിക ബന്ധങ്ങൾക്കും പരസ്പരമുള്ള ബന്ധങ്ങൾക്കും പരസ്പരമുള്ള സഹകരണങ്ങൾക്കും പകാവിദ്വേഷം, വെറുപ്പ് പോലുള്ള ദുർഗുണങ്ങളെ ഒരു മനസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്ന വിഷയത്തിൽ എത്രമാത്രം താല്പര്യം അല്ലാഹുവിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹമസാത്തുകളുമായി പിശാച് വരും, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും എന്നോട് നിങ്ങൾ കാവൽ ചോദിക്കണമെന്ന് പറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടോ കുടുംബ ജീവിതത്തിലോ സാമൂഹിക രംഗത്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു വീണ്ടും പറയാണ്, പ്രവാചകരെ, ആ പിശാചി ഹമസാത്തുകളുമായി നിരന്തരം താങ്കളുടെ അടുക്കൽ ഹാജറാകുന്നതിൽ നിന്നും എന്നോട് താങ്കൾ കാവൽ ചോദിക്കണം. വീണ്ടും കാവൽ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. 2 പ്രാവശ്യമായിട്ട് അള്ളാഹു കാവൽ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ഹമസാത്തുമായി എൻ്റെ ജീവിതത്തിലേക്ക് ഹാജരാകുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന അത്തരം പ്രേരണകൾ നടത്തുന്ന പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹമസാത്തുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഹമസാത്തുകളുമായി പിശാചി വരുമ്പോൾ കൂടുതൽ അദ്ദേഹം ആവേശഭരിതനാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വെറുപ്പും വിദ്വേഷവുമുള്ള ഒരാളെ കുറിച്ച് കൂടുതൽ എന്നിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കാനായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുക. ഞാൻ ഹമസാത്തുകൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൂടുതലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ പറയുമേ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, അദ്ദേഹത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഉടൻ തന്നെ ഒരു മൂന്നാമൻ വന്നിട്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന്റെ മോശവശങ്ങളെ അവതരിപ്പിച്ചാൽ ഞാൻ ആവേശം കൊള്ളും. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയും. അപ്പൊ ഇതാണ് ഹമസാത്തുകൾക്ക് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സ്ഥാനം കൊടുത്താൽ സംഭവിക്കാവുന്നത്. കൂടുതൽ എനിക്ക് വിരോധമുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എനിക്ക് വിരോധമുള്ള ആളുകളെ കുറിച്ച് ആളുകൾ വിരോധം കൂടുതൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നതായിരിക്കും എനിക്കിഷ്ടം. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രമാത്രം മലീമസമായ ഒരു മാനസികാവസ്ഥകളിലൂടെ ആയിരിക്കും ഞാൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും മനസ്സിന്റെ സമാധാനം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മ്ലേച്ഛമായ വൃത്തികെട്ട ചിന്താഗതികളെ മുക്തമാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും സമാധാനമാണല്ലോ ആഗ്രഹിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സമാധാനവുമായി ബന്ധപ്പെട്ട സൂറത്ത് റായതിൽ വന്ന ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, മുഅ്മിനീങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീന ആമനു തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അടിവരയിട്ടുണ്ട് അള്ളാഹ് വീണ്ടും പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവിടെ മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് അള്ളാഹു കൃത്യമായ രൂപത്തിൽ വിശദീകരിക്കുകയാണ്. പല നിലയ്ക്ക് മുഅ്മിനീങ്ങളെ അള്ളാഹു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനസ്സിന്റെ സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു തലത്തിൽ നിന്നാണ് മുഅ്മിനീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാഖ്യാനിക്കുന്നത്. അതിൽ പറഞ്ഞെന്താണ്, മുഅ്മിനീങ്ങൾ അവരുടെ ഹൃദയം, അല്ലദീന ആമനു തത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയം തത്മഇന്നു തുമഅനീനത്തുള്ള ഒരു അവസ്ഥയിലാണ്. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? അസ്വസ്ഥതകൾ ഉളവാക്കാത്ത സമാധാനപരമായൊരു മാനസികാവസ്ഥയിലായിരിക്കും. എന്നും ഒരു ശാന്തത, ഒരു സമാധാനം, അസ്വസ്ഥതകളൊന്നുമില്ല. പലപ്പോഴും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയാണ്, അസ്വസ്ഥതകളില്ലാത്ത സമാധാനപരമായൊരു മാനസികാവസ്ഥ. ഒരു സമാധാന ചിത്തരാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ആളുകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാകാൻ എന്ത് ചെയ്യണം? നല്ല തുകകൾ കൊടുത്തിട്ട് വരെ ആളുകൾ മനസ്സിന്റെ സമാധാനം തേടാൻ കഴിയുന്ന ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹ് പറഞ്ഞെന്താണ്, മുഅ്മിനീങ്ങളുടെ ഹൃദയം സമാധാനത്തിലാകാനുള്ള കാരണം നിരന്തരം ആ മനസ്സ് മതിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹ് എന്നുള്ള ചിന്തയിലായിരിക്കും. അള്ളാഹു മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ മറ്റുള്ളതൊന്നിനും അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊരു പൊതു നിയമമാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിലോസഫിയാണ്. അള്ളാഹു മനസ്സിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹ് അവിടെ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്ന് പറയുന്നത് എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കലാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. 2 ഘട്ടമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്.
നമുക്കറിയാവുന്നതാണ്. ഒന്നാം ഘട്ടം എന്താണ്? എല്ലാ മാലിന്യങ്ങളെയും മുക്തമാക്കുന്നു. മാലിന്യമുക്തമാക്കി മനസ്സിനെ മാറ്റലാണ്. ഒന്നുമില്ല അതിൽ, ഉള്ളതെല്ലാം പുറന്തള്ളി. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒന്നും അതിലില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രമായി സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം ഷഹാദത്തിന് മുമ്പ് ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ പല നിലയ്ക്കുമുള്ള സംഗതികൾ അയാളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ശരിയായൊരു മുഅ്മിൻ അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. എന്താ കാരണം? എൻ്റെ അയൽവാസിയായിരിക്കും കാരണം, എൻ്റെ ബന്ധുക്കളായിരിക്കും കാരണം, എൻ്റെ ഭാര്യയായിരിക്കും കാരണം, എൻ്റെ മക്കളായിരിക്കും കാരണം. അങ്ങനെ കുറേയധികം കാരണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളായിരിക്കും കാരണം, അല്ലെങ്കിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും നഷ്ടങ്ങളായിരിക്കും കാരണം, അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളായിരിക്കാം കാരണം. ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ ധാരാളം കാരണങ്ങൾ മനുഷ്യർക്കുണ്ട്. ഇത്തരം കാരണങ്ങൾ നമ്മുടെ മനസ്സുകളിൽ അസ്വസ്ഥതകൾ ഉളവാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആശങ്കകളാണ്. എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയാണ്. അപ്പൊ എന്താണ് ഇവിടെ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഭയപ്പെടുന്ന എന്തോ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന് കാരണം ചിലപ്പോ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കാം. ഞാൻ ഭയപ്പെടുന്ന എന്തോ ഒരു അപകടം എനിക്ക് സംഭവിക്കാൻ പോവാണ്. അതിന്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ എന്തെങ്കിലും ഭൗതികമായ കാരണങ്ങളായിരിക്കാം. അപ്പൊ എന്റെ ഇലാഹ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ഷഹാദത്തിനെ കൃത്യമായ രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ അത് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ: അല്ലാഹ് അല്ലാതെ ഒരു കാരണങ്ങളും ഇല്ല എന്നുള്ളതാണ്. അല്ലാഹ് അല്ലാതെ ഒരു സംഭവത്തിന്റെ പിന്നിലും ഒരു കാരണവും ഇല്ല. അല്ലാഹ് മാത്രമാണ് എല്ലാത്തിൻ്റെയും കാരണം. ഇപ്പൊ ഈമാനിന്റെ അടിസ്ഥാനപരമായ ഒരു വശം എന്ന് പറയുമ്പോൾ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, അല്ലാഹ് അല്ലാതെ ഒരു കാരണവും ഇല്ല. ഷർറായിരുന്നാലും കൊള്ളാം, ഖൈറായിരുന്നാലും കൊള്ളാം, എല്ലാത്തിൻ്റെയും കാരണമാരാണ്? അല്ലാഹ് മാത്രമാണ്. പക്ഷെ ഇവിടെ എൻ്റെ വിശ്വാസം തെറ്റി. എന്നെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ് ഞാൻ ഭയപ്പെടുന്ന ആ ഒരു സംഭവത്തിലേക്കുള്ള കാരണം, അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായ പ്രയാസമാണ് ഞാൻ ഭാവിയിൽ ഭയപ്പെടാവുന്ന ആ ഒരു സംഗതിക്കുള്ള കാരണം. അപ്പോ കാരണം തന്നെ മാറിപ്പോയില്ലേ? ഇലാഹിനെ തന്നെ മാറ്റി വെച്ചില്ലേ? അള്ളാഹു എന്ന് വെറുതെ പറയുന്നു. ശരിക്കും എൻ്റെ വിശ്വാസം എന്നുള്ളത് ഭൗതികമായ ഓരോ സംഗതികളാണ്, അതിനെയൊക്കെ കാരണമാക്കി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരോ സംഗതികളെയും, വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികളെ കാരണമായി എൻ്റെ ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്ന ഈമാനികമായ തലത്തിൽ നിന്നും ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെയും കാരണം അല്ലാഹ് മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധി വന്നോട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതിനപ്പുറത്തേക്കും വലിയൊരു ആശങ്കയായി ഇത് മാറാൻ പാടില്ല. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി അള്ളയാണ് കൊണ്ടുവന്നതെങ്കിൽ എൻ്റെ ഭാഗം മുഴുവനും കൃത്യതയോടുകൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ ഇത് അള്ളാഹു കൊണ്ടുവന്നതാണ്. എന്തിനാ കൊണ്ടുവന്നത്? എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ ഹദീസും പരിശോധിച്ചാൽ അതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടങ്ങേറാക്കാൻ വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി. ഞാൻ പ്രതീക്ഷിച്ച രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് 100% എനിക്ക് അനുകൂലമായി മാറണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിതം നിയമമാക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ഭൗതികമായ തലത്തിൽ മാത്രം ചിന്തിക്കുകയും എൻ്റെ മനസ്സിൽ നിന്നും അള്ളാഹുവിനെ പുറത്താക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ പുറത്താക്കിയാൽ പിന്നെ കാര്യങ്ങളുടെ പിന്നിൽ ആരല്ല? എൻ്റെ വിശ്വാസപ്രകാരം അള്ളാഹ് അല്ല. അള്ളാഹ് അല്ലാതെ വരുമ്പോൾ പിന്നെ തീരുമാനം മുഴുവൻ എൻ്റെതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അള്ളാഹ് ഇല്ലാത്ത ചില സുഹൃത്തുക്കളും കുടുംബക്കാരും എന്നോടൊപ്പം ചേർന്നു. അവരും എന്നെ എന്ത് ചെയ്തു? ഭയപ്പെടുത്തി, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കി തന്നു. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിൽ കഴിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ കൂടുതൽ അസ്വസ്ഥനായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭൗതികമായ ചില പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട ഒരു വശം അതാണെങ്കിൽ, മറ്റൊന്ന് നമ്മുടെ മനസ്സിനെ സദാ അസ്വസ്ഥതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്
മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ അതിൽ ഒരാളോട് എനിക്കൊരു അസ്വസ്ഥത. അപ്പൊ രാവിലെ ഞാൻ വീട്ടിൽ നിന്നും നല്ല ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് റോഡിലൂടെ നടന്നു വരുമ്പോൾ അല്ലെ വാഹനമായിട്ട് കടന്നു വരുമ്പോൾ എതിരെ വരുന്ന ഒരാളെ കണ്ടപ്പോൾ എന്റെ മനസ്സ് അസ്വസ്ഥമായി. എന്താ കാരണം? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാ എതിരെ വരുന്നത്. അപ്പൊ എനിക്ക് അയാളെ കണ്ടപ്പോൾ അസ്വസ്ഥതയായി. എന്താ കാരണം? അയാളോട് എനിക്ക് വെറുപ്പാണ്, അയാളോട് എനിക്ക് വിദ്വേഷമാണ്, അയാളോട് എനിക്ക് പകയാണ്. അപ്പൊ എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയത് എന്താണ്? അതിനുശേഷം എന്ത് ചെയ്തു? വലിയ പ്രശ്നങ്ങളായി മാറി. ഓരോരോ ആളുകളെ കാണുമ്പോൾ എന്റെ മനസ്സിന്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും ഓരോ സന്തോഷത്തിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും എന്നെ അസ്വസ്ഥപ്പെടുത്താനായിട്ട്. അപ്പൊ വലിയ പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ രംഗത്ത് വിദഗ്ധനായ ഒരു വ്യക്തിയെ പോയി കണ്ടിട്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല, ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി. അദ്ദേഹം കാരണങ്ങൾ കൃത്യമായ രൂപത്തിൽ ചോദിച്ചിട്ട് അതിന്റെ റിസൾട്ട് തന്നു. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ആളുകളോട് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, കുറെ ആളുകളുമായി നിരന്തരം നിങ്ങൾ പ്രശ്നത്തിലാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നത്തിൽ അകപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ബോധിപ്പിച്ചു. ഒരല്പം ഇസ്ലാമികമായ കാഴ്ചപ്പാടുള്ള ആളാണെങ്കിൽ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട ചില നല്ല വശങ്ങളും കൂടി നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആരാണ്? അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അല്ല നമ്മൾ മറ്റു പല ആളുകളെയും പഴിവെക്കും. അയാളാണ് എന്റെ പ്രശ്നത്തിന് കാരണം, ഇയാളാണ് എന്റെ പ്രശ്നത്തിന്. വെറുതെയാണ്, വലിയ കള്ളത്തരമാണ്, വലിയ കളവാണത്. എന്റെ മനസ്സ് സ്വസ്ഥതയിൽ കഴിഞ്ഞുകൂടണോ അസ്വസ്ഥമാകണോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഓരോ ആളുകളെയും മാനസികമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലുള്ള എല്ലാം നീക്കം ചെയ്യാം. ലാ ഇലാഹ അതാദ്യം ഹൃദയത്തിൽ സംഭവിക്കണം. അതിനുശേഷം ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വ്യക്തിയില്ല. വ്യക്തികളില്ലെങ്കിൽ പിന്നെ വിദ്വേഷത്തിന് സ്ഥാനമില്ലല്ലോ. ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. അപ്പൊ എത്രമാത്രം എനിക്കെതിരിൽ ശക്തമായ രൂപത്തിൽ നിലപാടെടുത്ത ആളുകളായിരുന്നാലും അയാളെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അള്ളാഹ് എന്നോട് പറയും, അയാളെ പേടിക്കണ്ട, കാരണം തീരുമാനം എടുക്കുന്നത് ഞാനാണല്ലോ, കാര്യങ്ങളൊക്കെ നടത്തുന്നവൻ ഞാനാണല്ലോ. ഖൈറായിരുന്നാലും ഷർറായിരുന്നാലും അതിന്റെ പിന്നിൽ ഞാനാണല്ലോ. പിന്നെ അയാളെ നോക്കിയിട്ട് പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അള്ളാഹ് എന്നോട് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകൾ എന്നോട് മന്ത്രിക്കും. അപ്പൊ അയാളെ കാണുമ്പോൾ എനിക്ക് സന്തോഷത്തോടുകൂടി ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സലാം പറയാൻ പറ്റും. ചിലപ്പോൾ അയാൾക്ക് എന്നോടുള്ള ഒരു അസ്വസ്ഥത അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒരു സലാം പറയുന്നതോടെ ആ പ്രശ്നം തീർന്നു, അയാളൊന്ന് പുഞ്ചിരിക്കും. അപ്പൊ അയാളുടെ പുഞ്ചിരി എന്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു കുളിർ മഴയായിട്ട് മാറും. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു കുളിർമയായി മാറുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ട് കൊടുത്തു, അദ്ദേഹം തിരിച്ചു തന്നത് എന്താണ്? നല്ല ഒരു ഗിഫ്റ്റാണ്. അത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അതൊരു സമ്മാനമായിട്ട് നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെ ഓരോരോ ആളുകളെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ്? അതാണ് എൻ്റെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള കാരണം. അപ്പൊ ആരാണ് ഇതിന്റെയൊക്കെ കാരണക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ്. എൻ്റെ തീരുമാനങ്ങളാണ്, എൻ്റെ മനോഭാവങ്ങളാണ്, എൻ്റെ മാനസികമായിട്ടുള്ള വ്യവഹാരങ്ങളാണ്, പ്രക്രിയകളാണ് എൻ്റെ മനസ്സിന് സമാധാനത്തിലാകണോ, എൻ്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇത്തരം പകാവിദ്വേഷം പോലുള്ള മനോഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുമായിട്ട് ആര് വരും? ഇബ്ലീസ് വരും. അതാണ് ഇബ്ലീസിന്റെ ഹമസാത്തുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഹമസാത്തു ഷയാത്തീനാണെന്ന് അല്ലാഹു പറഞ്ഞു. അത് കടന്നു വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇബ്ലീസ് അതുമായിട്ട് വരും. ഇബ്ലീസിന് അതുമായിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇബ്ലീസ് വരും. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇബ്ലീസിന്റെ ഇത്തരം സാന്നിധ്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും സമ്പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യും. ഇപ്പോൾ ഒരാളെ കുറിച്ച് മോശമായ ഒരു ധാരണ എൻ്റെ മനസ്സിലേക്ക് വന്നാൽ അദ്ദേഹത്തെ കുറിച്ച് അപ്പോൾ തന്നെ ശരിയായ ഒരു ധാരണ ഞാൻ ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കുറ്റങ്ങളെ കുറിച്ച് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ഈരാറ്റുപേട്ടയിലുള്ള മുഴുവൻ ആളുകൾക്കും എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഞാനൊന്ന് പഠിച്ചാൽ അവർക്കൊക്കെ ഒരുപാട് എന്നെ വിമർശിക്കാനുണ്ടാവും. പല പല കാരണങ്ങൾ, സംഗതികൾ കൊണ്ടായിരിക്കും ഓരോ ആളുകൾക്കും വിമർശിക്കാനുണ്ടാവുക. അപ്പൊ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ഈ കാരണം എവിടുന്നാ വന്നിട്ടുള്ളത്? എന്റെ പെരുമാറ്റമായിരിക്കും. തിരക്കിട്ട് പോകുന്നതിനിടയിൽ
ഞാൻ ആരെയൊക്കെയാണോ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് അവരൊക്കെ എൻ്റെ വിഷയത്തിൽ പരാതിക്കാരായിരിക്കും. അയാൾക്ക് ജാടയാണ്, അയാൾ അഹങ്കാരിയാണ്, അയാൾ എന്നെ കണ്ട് മൈൻഡ് ചെയ്തില്ല എന്ന് പറയും. വസ്തുതയല്ലേ, ശരിയാണ്. കാരണം അതിനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. കാരണം എന്താണ്? എൻ്റെ തിരക്കാണ് കാരണം. ഒന്നല്ലെങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ തിരക്ക് മൂലം എന്തൊക്കെ നന്മകളാണ് ഉണ്ടാകുന്നത്, അതിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതോ എല്ലാവരോടും ഒരല്പസമയം സംസാരിച്ച് ആ എൻ്റെ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നു തിരക്കുകൾക്ക് കുറച്ച് തിരക്കിൽ കുറേ നന്മകൾ സംഭവിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകൾ കുറച്ച് ദുഷിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, പാവങ്ങളല്ലേ, അവരുടെ ചില അഭിപ്രായങ്ങൾ അവർ പറയുന്നു എന്ന് മാത്രം. അതിൻ്റെ പേരിൽ എനിക്ക് അവരോട് വെറുപ്പില്ല. ഇതൊരു തീരുമാനമാക്കി മാറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ തിരക്ക് മാറ്റിവെക്കുക, എല്ലാവരെയും പരിഗണിച്ചിട്ട് പോവുക. അപ്പം ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ മോശത്തരം കാണിക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് സംഭവിക്കുകയും ചെയ്യും, എന്നെ ആരും കുറ്റവും പറയാൻ പാടില്ല എന്നുള്ള തീരുമാനം മാറ്റിവെക്കുക. കാരണം ഇത് സാമൂഹികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി സമൂഹത്തിലെ ഒരു അംഗമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ പ്രശ്നം മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും കാട്ടിൽ പോയി ജീവിക്കേണ്ടി വരും. അവിടെ മൃഗങ്ങൾക്ക് ഇത്തരം പരാതികളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരുടെയും പരാതിയൊന്നും ഇല്ലാതെ എനിക്ക് സുഖമായിട്ട് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റും. പക്ഷെ നാട്ടിലാണ് എൻ്റെ ജീവിതമെങ്കിൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നതിനിടയിലൂടെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഖുർആൻ ഈ ഹമാസാത്തു ഷയാത്തീൻ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമ്മെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസ്വസ്ഥതകൾ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആ പ്രശ്നങ്ങളെ കൂടുതൽ പ്രശ്നകലുഷിതമാക്കുന്ന ഹമാസാത്തുകൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അത് പിശാചിൻ്റെതാണ്. അപ്പൊ പിശാചിന്റെ കൂടി ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൽ ധ്രുവീകരണം സംഭവിക്കുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചോളണമെന്നാണ് ഖുർആൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. ശേഷമുള്ള ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ തീരെ ശ്രദ്ധിക്കാത്ത ആളുകൾക്കുണ്ടാകുന്ന ഒരു അപകടം, മരണം അവരിലേക്ക് കടന്നു വരും. കാരണം അവരുടെ ജീവിതത്തിന്റെ കാലാവധി അവസാനിക്കും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ അള്ളാഹുവിനോട് പറയും, പടച്ചവന് ഒരു അല്പം കൂടി സമയം ഒന്ന് ദീർഘിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ തന്നെ നിന്റെ അടുക്കിലേക്ക് വരാൻ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം പിശാചന്റെ ഹമാസാത്തുകൾക്കാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥാനം കൊടുത്തത്. അതിൻ്റെ അപകടം ഇപ്പോഴാണ് മനസ്സിലായത്. എത്രമാത്രം ഭീകരമായൊരു ലോകമാണ് എന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടൊരല്പം സമയം എനിക്ക് തരുമോ? ഞാൻ എൻ്റെ ബന്ധങ്ങളെയൊക്കെ ഒന്ന് സജീവമാക്കട്ടെ, എൻ്റെ ബന്ധങ്ങളെയൊക്കെ ഞാൻ ഒന്ന് ഊഷ്മളമാക്കട്ടെ. ഈ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് വരാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാലും അള്ളാഹു പറയും, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പ്രത്യേകം ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ, ഞാൻ കുറേ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. ഇതുവരെ ജീവിതത്തിന് വലിയ കാര്യഗൗരവമായിട്ട് ഞാൻ പരിഗണിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു, ജനങ്ങളുമായിട്ട് നല്ല ബന്ധമൊന്നും അല്ലായിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ പ്രാധാന്യം ഞാൻ കൊടുത്തില്ല. അതിനുള്ള നന്മകളെയൊന്നും കാണാൻ എനിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് ഒരല്പം സാവകാശം എനിക്ക് നീ നൽകണം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഒരാൾക്കും അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതല്ല. കാരണം ഈ പറച്ചിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തമായ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പം നന്മ തിന്മകൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായി കടന്നു വരുന്ന ഒരു ഹദീസാണ്. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിനിടയിൽ. അതുപോലെ തന്നെ നമുക്ക് വ്യക്തിപരമായി അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും. ഈ അവസരങ്ങളെയൊക്കെയാണ് പലപ്പോഴും ഹമാസാത്തിന്റെ പേരിൽ മനുഷ്യന്മാർ ഇല്ലാതാക്കി കളയുന്നത്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി പറഞ്ഞു ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയും തിന്മയും കൃത്യമായ രൂപത്തിൽ വിവേചിച്ചിട്ടുണ്ട്. സുമ്മ ബയ്യിൻ ദാലിക, പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അതിങ്ങനെയാണ്, ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. ഒരു വ്യക്തി ഒരു നന്മ ചെയ്യാനുള്ള തീരുമാനം എടുത്തു എപ്പോഴാണ്? മരണത്തിന് മുമ്പാണ്. ഫലം യഅമൽഹ, പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തോ ഒരു നന്മ ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. കതബഹു അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹുവിന്റെ വലിയ റഹ്മത്തിനാൽ സമ്പൂർണമായിട്ടും ആ ഒരു അമൽ ചെയ്ത പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. തീരുമാനം എടുത്തു, നിയ്യത്ത് ചെയ്തു, ഇന്ന പോലെ നല്ലൊരു കാര്യം ചെയ്യണം, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അള്ളാഹു എന്ത് ചെയ്യും? ആ പരിപൂർണമായ നന്മ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുക്കും. ഇനി ഇനി ഒരാളൊരു തീരുമാനം എടുത്തു നന്മ ചെയ്യാനുള്ളത്, അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? 10 നന്മകൾ അയാളുടെ പേരിൽ എഴുതപ്പെടും. എന്ന് വെച്ചാൽ 10 പ്രാവശ്യം ആ നന്മ ചെയ്തതായിട്ട് എഴുതപ്പെടും. തീർന്നിട്ടില്ല. ഇലാ 700 ളിഅഫിൻ ഇലാ അളഅഫിൻ കസീറ. അതങ്ങനെ കൂടി 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 700 വരെ ആകാനുള്ള സാധ്യതയുണ്ട്, അതിനേക്കാൾ കൂടുതലും ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. അടുത്ത അതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത്, ഇനി ഒരാളൊരു മോശം കാര്യം ചെയ്യാൻ തീരുമാനമെടുത്തു, പക്ഷെ എന്തുകൊണ്ടോ ഫലം യഅമൽഹ, അദ്ദേഹം അത് പ്രവർത്തിച്ചില്ല. കതബഹു അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. അപ്പൊ ഒരു മോശം പ്രവൃത്തി ചെയ്യാനുണ്ടായിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല എന്നതിന്റെ പേരിൽ സമ്പൂർണമായും ഒരു നന്മ അയാളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി വെക്കും. ഇനി അവൻ മോശമായ പ്രവൃത്തി തീരുമാനിക്കുകയും ചെയ്തു, അവൻ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരൊറ്റ തിന്മ മാത്രമേ അയാളുടെ പേരിൽ എഴുതപ്പെടുകയുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കുക, എത്രമാത്രം നന്മ ചെയ്യാൻ പര്യാപ്തമായ ഒരു ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം ചെയ്യുക. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരൊറ്റ ഹദീസ് പറയുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതിനനുസൃതമായി ഒന്ന് അമൽ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. വിമർശനമല്ല എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ് പലപ്പോഴും അതിൽ ആവർത്തിക്കാനുള്ള കാരണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഹദീസ് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, ഇദാ കാന യൗമുൽ ജുമുഅ ഹവറാത്തുൽ മലായികത്തു ഇൻദഹു ബവാബാത്തിൽ മസ്ജിദ്. ഈ യൗമുൽ ജുമുഅ ദിവസം, ജുമുഅ ആയി കേൾക്കുന്നത് ജുമുഅ ദിവസമാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ? മലായികത്തുകൾ എല്ലാവരും കൂടി വന്നിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. കാരണം പള്ളിയിലേക്ക് ആളുകൾ വരുന്നതും പ്രതീക്ഷിച്ച് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഫകതബൽ വാഫിദുൽ അവ്വലുഹും. അപ്പൊ ആദ്യമായി കടന്നു വരുന്ന ആളുടെ പേര് അപ്പോൾ തന്നെ എഴുതി വെക്കും. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തെ വകതബൽ വാഫിദുൽ ആഖിറഹു, അവസാനമായി കടന്നു വന്ന ആളുടെ പേരും ആ അവസാനമായി കടന്നു വന്ന വ്യക്തിയാണ് എന്നുള്ള രൂപത്തിൽ ഒന്ന് എഴുതി വെക്കും. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ആദ്യമായി ഈ പള്ളിയിലേക്ക് കടന്നു വന്ന ആളുടെ പേരും എഴുതും. എല്ലാ പള്ളികളും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി വന്നയാളുടെ പേരും എഴുതും. ഇതെപ്പോഴാണ് സംഭവിക്കുകയെന്നറിയോ? സുമ്മ കാലത്തിൽ മലായികത്തു യാ റബ്ബി, അതിനുശേഷം മലായികത്തുകൾ പറയും ഫുലാൻ ഇബ്നു ഫുലാൻ അത്താക ഫഅഖ്ബലഹു. എന്നിട്ട് അതിനുശേഷം മലായികത്തുകൾ എന്ത് ചെയ്യും? ദുആ ചെയ്യും. പടച്ചവനെ, നിന്റെ ഇന്ന വ്യക്തിയുടെ മോനായ ഇന്ന വ്യക്തിയുടെ വന്നിരിക്കുന്നു. പിതാവിനെ സൂചിപ്പിച്ചിട്ടാ പറയുക. നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. മലായികത്തുകൾ അറിയാണ്, പടച്ചവനെ നിന്റെ അടുക്കിലേക്ക് ഇന്ന വ്യക്തി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? നീ അവനെ സ്വീകരിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി മലായികത്തുകൾ പരിശുദ്ധരാണ്. അവരുടെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടില്ല. നിന്റെ അടുക്കലേക്ക് വന്ന ഇന്ന വ്യക്തിയെ നീ സ്വീകരിക്കണം. അത് ആദ്യമായിട്ട് വന്ന ഇന്നയാളാണ്, അദ്ദേഹത്തെ നീ സ്വീകരിക്കണം. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യും? ആദ്യത്തെ പരിഗണന കൊടുക്കും. ഇപ്പൊ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒട്ടകത്തെ സമ്പൂർണമായും ബലി കൊടുത്ത പ്രതിഫലമാണ് കൊടുക്കുക. രണ്ടാമത് ഒരു സമയം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഒരു നിശ്ചിതമായ സമയത്തിൽ മുഴുവൻ ഒട്ടകം ബലി കൊടുത്ത്, ഇപ്പൊ ഇന്ന് ഈ പള്ളിയിൽ ഒട്ടകം ബലി കൊടുത്ത കുറെ ആളുകളുണ്ടാവും. എന്തൊരു തൗഫീഖാണത്. രണ്ടാമത്തത് എന്താണ്? ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ സമ്പൂർണമായും ബലി കൊടുത്ത ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമത് ആടിനെ ബലി കൊടുത്തയാള്. 4 ഒരു കോഴി ബലി കൊടുത്ത ഒരു വ്യക്തി, സമ്മാനിച്ച ഒരു വ്യക്തി. അവസാനമായിട്ട് ഒരു മുട്ടയെങ്കിലും ബലി കൊടുത്ത, അല്ല ആർക്കെങ്കിലും സമ്മാനിച്ച ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്.
പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും ഉൾപ്പെടാത്തൊരു വിഭാഗം ഉണ്ടാവും. അതാണ് വ്യക്തമായ രൂപത്തിൽ ഹദീസിൽ നമുക്ക് കാണുന്നത്. ഫൈദാ ഖറജൽ ഇമാമു വജമഅഹും ഫലം യക്തുബു ശൈഅ ഹത്താ യൻസരിഫ്. ഇമാം ഇപ്പൊ മിമ്പറിൽ കയറി, നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ വന്നിട്ട് കറക്റ്റ് 40 ആവുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ കയറിയിട്ട് സലാം പറയും. സലാം പറയുന്നോടി മലായികത്തുകൾ എന്ത് ചെയ്യും, ഈ പരിപാടിയൊക്കെ നിർത്തിട്ട് അവർ നേരെ കയറി ജുമായിൽ പങ്കെടുക്കും. ഇപ്പൊ മലായികത്തുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഈ പള്ളിക്ക് വേണ്ടി നിയോഗിച്ച മലായികത്തുകൾ ഇതെല്ലാം കേട്ടോണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാട്ടെ. പറഞ്ഞു വന്ന വിഷയം അതിനുശേഷം വരുന്നവരോ. അപ്പൊ ഞാനിന്നിവിടെ സലാം പറയുന്ന സമയത്ത് മലക്കുകളുടെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മലക്കുകളുടെ കൈവശമുള്ള രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രത്തോളം എന്നുള്ള കാര്യം ബന്ധം മുഴുവൻ ആളുകൾക്കും അറിയാം. ഇല്ലാത്ത ആളുകളുടെ പേര് അതിലില്ല എന്ന് നമ്മളൊന്നെടുത്ത് നമുക്ക് നോക്കാനുള്ള ആത്മീയമായ കണ്ണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ കിതാബ് ഒന്ന് എടുത്ത് മലായികത്തുകളോട് നോക്കിയാൽ നമുക്കിത് കാണാൻ എന്റെ പേരില്ല അതിൽ. ഇപ്പൊ എന്റെ പേരില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അള്ളാഹുവിന്റെ അടുക്കലുള്ള വളരെ പ്രധാനപ്പെട്ട ദുആകൾ നമ്മൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, വളരെ സ്നേഹത്തോടി പറയാണ്, ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നും അല്ല. ആരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം അങ്ങനെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വലിയ തെറ്റുകാരനാണ്. കാരണം ഒരാളെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനുള്ള അധികാരം നേർക്കുനേരെ അള്ളാഹ് എനിക്ക് തന്നിട്ടില്ല. ഒരു സ്നേഹത്തോടു കൂടി അങ്ങേയറ്റം, ഇപ്പൊ വെള്ളിയാഴ്ച ഈ ജുമായിൽ ഇന്ന് പങ്കെടുത്ത ഏറ്റവും സ്നേഹനിധികളായ ആളുകൾ എന്നുള്ള രൂപത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഹദീസിനെ ഒന്ന് നെഞ്ചിലേറ്റാൻ പരമാവധി ശ്രമിക്കുക. പല ആളുകൾക്കും ഉണ്ടാകും, ചിലപ്പോൾ നേരത്തെ വരണം എന്നുള്ള നിയത്തിൽ തന്നെ ഓടി വന്ന പല ആളുകൾക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാകാം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഓരോ ആളുകളും താമസിച്ച് വന്നിട്ടുള്ളത്. പക്ഷെ അടുത്ത ആഴ്ച മുതൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോ ചില ആളുകളുടെ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 12:30 ഒരു പ്രോഗ്രാം നടക്കണമെന്നുണ്ടെങ്കിൽ അത് 12 മണിക്കാണ് പ്രോഗ്രാം എന്ന് മനസ്സിൽ വിചാരിച്ചാലേ 12:30 എത്താൻ പറ്റും. എൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം എത്ര നോക്കിയാലും സമയം മുന്നോട്ട് പോകും. അരമണിക്കൂറാണ് ഞാൻ ലേറ്റാകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അരമണിക്കൂർ നേരത്തെ സമയം വിചാരിക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും രീതികൾ നിങ്ങൾക്കറിയാം. അപ്പൊ അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യുക, അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനം എടുക്കുക. വേറൊന്നുമല്ല, ഇത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണല്ലോ പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ യൗമുൽ ജുമായിൽ പരമാവധി, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാണ്, പരമാവധി 40. ഏത് പള്ളിയിലാണോ നിങ്ങൾ പോകുന്നത് അവിടുത്തെ ഇമാമ് മിമ്പറിൽ കയറുന്ന സമയം നിങ്ങൾ ഒന്ന് പഠിക്കുക. ഏത് പള്ളിയിലാണോ പോകുന്നത് ആ പള്ളിയിലെ സമയം ഒന്ന് പഠിക്കുക. ഇവിടുത്തെ സമയം 12:40 ആണ്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയാൽ ഇൻഷാ അല്ലാഹ് മലായികത്തുകൾ നമ്മുടെ പേര് എഴുതി വെക്കും. ഇന്ന വ്യക്തിയുടെ മകനാണ്, അപ്പൊ നമ്മുടെ പിതാവിനോട് അതിന്റെ അംഗീകാരം കിട്ടും. ഇന്ന വ്യക്തിയുടെ മോൻ നേരത്തെ വന്നിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഉടനെ തന്നെ മലക്കത്തുണ്ടോ അത് മടക്കി വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും. പഠിച്ചവനെ, നിന്റെ അടുക്കലേക്ക് വന്ന പാവമാണ്, അദ്ദേഹത്തെ നീ സ്വീകരിക്കണം, ദുആ ചെയ്യും. ഈ ദുആ നമുക്ക് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അതുപോലെ മലായികത്തുകളുടെ ആ ഒരു ലിസ്റ്റിൽ എന്തിനാ പേര് വേണ്ടെന്ന് വെക്കുന്നത്? ഇപ്പൊ ഒരു ആധാർ കാർഡ് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ സമയത്ത് തന്നെ എത്തുമല്ലോ. അതിന്റെ ആവശ്യകത നമുക്കറിയാം. പക്ഷെ ഇത് പലപ്പോഴും ഇതിന്റെ ആവശ്യകത പാവങ്ങളായ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി എന്ത് ചെയ്യുക, അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഏത് പള്ളിയിലാണോ പോകുന്നത് അവിടെ ഇമാമ് മെമ്പറിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരല്പം നേരത്തെ ഒന്ന് പോകാൻ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. വലിയ നേട്ടങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ആ ഒരു തലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന് ചിന്തിക്കാനുള്ള വിശാലമായ മനസ്സ് നൽകി നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ഒരല്പം സമയം കൂടി പോയിട്ടുണ്ട്. നിങ്ങളെല്ലാം മാപ്പാക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. മരണം വരെയും വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഉയർന്ന തൗഫീക്ക് നൽകി നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അവന്റെ മഹത്തായ ഫضലും കൊണ്ട് റഹ്മത്തും കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകി നമ്മളെല്ലാം സംശുദ്ധരായി അള്ളാഹു ഉയർത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങൾ പ്രയാസത്തിൽ കഴിയുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സമാശ്വാസം സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പരിഹാരങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ മേലിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين.